ഫ്രണ്ട്സ്, ഇന്ന് എന്താ ഇവിടെ പുറത്തിറങ്ങിയിരിക്കുന്നത് മുറയൊക്കെ എടുത്തിട്ടെന്ന് വിചാരിക്കണ്ടാവൂല്ലേ? നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇന്നലെ മത്തി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് കപ്പപ്പുഴുക്കും മത്തിയും കപ്പയും കൂടെ പുഴുക്ക് ഉണ്ടാക്കാന്നുള്ളത്. ഇത് എൻ്റെ അച്ഛ ചെറുതിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നൊരു സംഭവമാണേ. എല്ലാവർക്കും അറിയണ്ടാവും. ആ സമയത്തൊക്കെ ഞങ്ങൾ അച്ഛൻ ഉണ്ടാക്കിയിട്ടാണ് ഇത് നല്ലോണം കഴിച്ചിട്ടുള്ളത്. അച്ഛൻ പണി മാറ്റി വരുമ്പോൾ കപ്പയും മത്തിയും കൂടെ കൊണ്ടുവരും. അന്നത്തെ മത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ട് മത്തിയായിരിക്കും. അതിനകത്ത് നെയ്യൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും. അങ്ങനെ ഇതും കപ്പയും മത്തിയും കൂടെ ഉടച്ച് അച്ഛൻ പണി മാറ്റി വന്ന് ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പം അച്ഛൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഞാൻ ഉണ്ടാക്കുമ്പോൾ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരും കൂടെ അറിയണമല്ലോ. അപ്പോൾ ഇത് കപ്പ റെഡിയാക്കണം. മീൻ നമുക്ക് ഇന്നലെ റെഡിയാക്കിയോണ്ട് ആ സംഭവമല്ല. ഇന്ന് നമുക്ക് കപ്പയും മത്തിയും പുഴുക്കുണ്ടാക്കാം. ഇതൊന്ന് തോല് കളഞ്ഞെടുത്തിട്ട് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് കപ്പപ്പുഴുക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് ചായയും കപ്പപ്പുഴുക്കും കഴിക്കണം. പിന്നെ പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോകണു. ഉച്ച വരെയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അവർക്ക് പോകാനുള്ള നമ്മുടെ ഫുഡ് ട്രക്കിലേക്കുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഫുഡ് കഴിഞ്ഞു, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കിനി കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാം. പൂജയ്ക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും നോക്കാം, അവൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. കപ്പയൊക്കെ തോല് കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങനെ കുഞ്ഞതായിട്ട് കൊത്തി നുറുക്കിയിടാം കേട്ടോ. ഇതൊന്ന് കൊത്തി നുറുക്കട്ടെ. എന്നിട്ട് ഇതിൽ കുക്കറിൽ വെച്ചിട്ട് 2 വിസിലടിക്കാം. ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. കപ്പയൊക്കെ കൊത്തി നുറുക്കിയത് ഇതിനകത്തേക്ക് കുക്കറിലേക്ക് ഇടുക. പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇനി ഉപ്പിടാം. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു. കുക്കർ അടച്ചിട്ട് കത്തിക്കാം. അപ്പോഴേക്കും മത്തി ഇപ്പുറത്തേക്ക് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. എഴുതി വെച്ച മത്തി ഇട്ടു കേട്ടോ. ഇത്രയും മത്തിൻ്റെ പാകത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും മതി. ഉപ്പിടണേ, ഇടാൻ മറക്കണ്ട. ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കത്തിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മത്തി വേവാൻ ഉള്ള ടൈം കൊണ്ട് നമ്മുടെ കപ്പ റെഡിയാകും. ഇത് 2 റെഡിയാകുമ്പോഴത്തേക്കും എന്താക്കാം, നമുക്ക് അരപ്പ് റെഡിയാക്കാം കേട്ടോ. ഇതൊന്ന് കിടന്ന് വേവട്ടെ. ഓക്കെ, ഇനി ഇത് 2 റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. തേങ്ങ ചിരകാനുണ്ട്, അതെടുത്തിട്ടേ നാളികേരം ചേർക്കാട്ടോ. 1 മുറി എടുത്തിട്ടുണ്ട്, ഒറ്റ മുറി മതി. 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3-4 വലിയ പച്ചമുളക്. ഇതിലേക്ക് എരിവ് നല്ല അടിപൊളിയായിട്ട് വേണം. അപ്പോൾ എരിവില്ലാണ്ട് രസം ഉണ്ടാവില്ല. അപ്പോൾ 5 വലിയ പച്ചമുളക്, മൂത്ത പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി, പിന്നെ ഇത്തിരി ചെറിയ ഉള്ളി കൂടെ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ. ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് നമുക്ക് പൊടിയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ലാസ്റ്റ് ഇട്ടു. ഇതിൽ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കറിവേപ്പിലയുടെ തണ്ടൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയുടെ തണ്ടല്ല, കറിവേപ്പില. ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ.
നല്ല എരിവ് വേണം. എരിവ് വെച്ചാൽ നമുക്ക് ഒരുപാട് എരിവ് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. സ്പൈസി ഒക്കെ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തിരി എരിവിലാട്ടോ അത് ടേസ്റ്റ്. ആ എരിവിൽ ചൂടോട് കൂടിയിട്ട് ഇതും ചൂട് കട്ടൻ ചായയും കൂട്ടിയിട്ടാട്ടോ അതിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയാ. ആ എരിവ് അതിനകത്ത് മുന്നിൽ നിൽക്കണം. കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇത് അങ്ങോട്ട് കഴിക്കുമ്പോൾ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എരിച്ചിലും ഇങ്ങോട്ട് കയറണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ചതക്കട്ടെ കേട്ടോ, നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരു പകുതി ഉടച്ചതിൻ്റെ ശേഷം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി കേട്ടോ. വെന്ത് ഇനി നല്ല ഉടച്ച കപ്പയിലേക്ക് നമുക്ക് വെന്ത മീൻ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. അതിൻ്റെ ചാറും മീനും കൂടെ തട്ടുക. എന്നിട്ട് തീ കത്തിക്കുക. അതിൻ്റെ ശേഷം നല്ലോണം ഉടയ്ക്കണം. ഈ മീനും ചാറും എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഉടച്ചിട്ട് നമ്മുടെ അരപ്പും കൂടെ ചേർക്കുക. ഓക്കെ, ഇതാട്ടോ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. ഇളക്കി മീനതിൽ ഉടയണം. ഇതിൻ്റെ മുള്ളും മീനൊക്കെ ഉടഞ്ഞു ചേരുന്ന രീതിയിൽ കുത്തി ചതയ്ക്കേണ്ടതിന്. ഇനി വേപ്പില, ഒരു തണ്ട് വേപ്പില, ഇത്തിരി കുരുമുളകിൻ്റെ പൊടി മേലെ വെതറിയിട്ട് ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് എരിവ് നല്ലോണം വേണം. ഇവിടെ കുഴപ്പമില്ല ആർക്കും, അതുകൊണ്ട് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് അരപ്പൊന്നും ഇങ്ങോട്ട് സെറ്റാകട്ടെ. ഇനി ഇതിൽ ഈ മീന് മുള്ളോടെ ഇട്ട് കൊടുക്കുക വെച്ചാൽ നമ്മളിവിടെ ചെറിയ പിള്ളേരില്ലാത്ത കാരണം കേട്ടോ അങ്ങനെ അപ്പാടെ ഇട്ട് കൊടുത്തത്. നമുക്ക് കുഞ്ഞമത്തിയ, അപ്പോൾ അവർക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ മുള്ളുള്ളതൊക്കെ എടുത്ത് മാറ്റാനുള്ള കുഞ്ഞു കുട്ടികളും ഇല്ലല്ലോ. അപ്പോൾ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെന്തിട്ട് മാറ്റി വെച്ചില്ലേ, മത്തി ഓൾറെഡി വെന്ത് മാറ്റി വെച്ചതൊന്നും കൂടെ കുടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളും തലയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ മാംസം മാത്രം ദശം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത്രയും അരപ്പൊക്കെ വെന്ത് റെഡിയായി സെറ്റായി. ഇനി നമുക്കൊന്ന് വറവിടണത്. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു. ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഒരു 2-3 പച്ചമുളക് പൊട്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഒരു തണ്ട് വേപ്പില. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തോട്ടാ, ഇതാ അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമ്മുടെ കപ്പപ്പുഴുക്കിലേക്ക് തട്ടി കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത്തിരി എടുത്തിട്ട് ഓക്കെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് അടച്ചു വയ്ക്കണം. ആ വറവിട്ടതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് പിടിക്കട്ടെ. നേരം അടച്ച് അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ കപ്പപ്പുഴുക്കും ചോറും കുറച്ചിപ്പോൾ കഴിക്കട്ടെ. വൈകുന്നേരം കട്ടൻ ചായയും കപ്പപ്പുഴുക്കും കൂടെ കഴിക്കൊക്കെ നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ ചോറ് എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചേ. ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ. ഇത് കട്ടൻ ചായയുടെ കൂടെ ആയിട്ട് അടിപൊളി. ഞാനെനിക്ക് വിശന്നുകൊണ്ട് ചോറിൻ്റെ കൂടെ ആക്കിയതാണേ. ചോറിൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളിയാ. അപ്പോൾ ചൂടോടെ കഴിക്കണം കേട്ടോ, അത് അടിപൊളിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.